സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. തലീത്ത കുമിലേക്ക് പ്രത്യേകമായി സ്വാഗതം. ഒരു 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷം നഥാനയേലിനെ ഈശോ വിളിക്കുന്നതാണ്. നഥാനയേലിനോട് പറയുകയാണ്, നീ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ, അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു. അതെങ്ങനെയാണ് അവൻ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ അവൻ ഒറ്റയ്ക്കായിരുന്നു, വേദനയുടെ നിമിഷങ്ങളിലായിരുന്നു, പ്രതിസന്ധിയിലായിരുന്നു. അന്ന് അവൻ കണ്ടില്ലെങ്കിലും അവനെ കണ്ടതായിട്ട് പറയുകയാണ്. അവൻ കണ്ടതായിട്ട് പറഞ്ഞപ്പോൾ അവനെ കണ്ടതായിട്ടല്ല അവന് മനസ്സിലായത്, അവൻ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നായിരുന്നല്ലോ എന്നായിരിക്കണം ഒരുപക്ഷെ അവൻ ചിന്തിച്ചത്. എങ്ങനെ എൻ്റെ ഈ രഹസ്യങ്ങളൊക്കെ അറിയുന്നു? സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് വേദനിച്ചിരുന്ന സമയത്ത് നിന്നെ അവൻ കണ്ടതുകൊണ്ടാണ് നീ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. അവൻ നിന്നെ കണ്ടതാണ് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാരണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവം ഇന്ന് ഒരു പ്രഭാതത്തിൽ എന്നോട് പറഞ്ഞതാണ്. ഈശോ എന്നോട് പറഞ്ഞു, എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ എല്ലാവരും എന്നെ കണ്ടില്ല. എപ്പോഴാണ് ഞാൻ അവരെ കണ്ടതെന്ന് നീ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്നിത് പറയുന്നത്. നീ പ്രാർത്ഥിച്ചില്ലേ? നീ കൈകൂപ്പിയില്ലേ ഒരു ദിവസം? ആരുടെ മുമ്പിലാണ് നീ കൈകൂപ്പിയേ? ആരോടാണ് നീ പ്രാർത്ഥിച്ചത്? നീ അവനെ കണ്ടില്ലെങ്കിലും അവൻ നിന്നെ കണ്ടു കഴിഞ്ഞു. ഈ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ വലിയ സന്തോഷം നമുക്കുണ്ടാവും. എപ്പോഴും കൈകൂപ്പാൻ തോന്നും, കാരണം ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. ആ ഒരു വലിയ കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.